PWD ബസ് റോഡ് സൈഡിൽ 16 സെന്റ് സ്ഥലവും 2950 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം അറ്റാച്ച്ഡ് പ്ലസ് ഹോം തിയേറ്ററും കൂടിയുള്ള ഒരു അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. നല്ല രാജകീയ പ്രൗഢിയോടുകൂടി നല്ല അടിപൊളി വ്യൂ പോയിന്റിലിരിക്കുന്ന നല്ല വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ പറയും അടിപൊളി സൂപ്പർ എന്ന്. ഇതാ വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുക. ചോദിക്കുന്ന വില 1,50,00,000 രൂപ, നെഗോഷ്യബിൾ ആണ്. 16 സെന്റ് സ്ഥലം, 2950 സ്ക്വയർ ഫീറ്റ് വീട്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് പ്ലസ് ഹോം തിയേറ്റർ. ഹോം തിയേറ്ററിന്റെ പണി ഫുള്ള് തീർത്തിട്ടില്ല. കാരണം വന്ന ചില ആൾക്കാരൊക്കെ ചോദിച്ചു 5 ബെഡ്റൂമുള്ള വീടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹോം തിയേറ്റർ വേണ്ട എങ്കിൽ അവർക്ക് ഹോം തിയേറ്റർ വേണ്ട, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നുള്ള കണ്ടീഷനിൽ പകുതി പണിയാക്കി നിർത്തിയിരിക്കുക, ഹോം തിയേറ്റർ മാത്രം. ബാക്കി പണികളെല്ലാം കംപ്ലീറ്റ് ആയി കിടക്കുന്ന ഈ അടിപൊളി വീടിന്റെ ദൃശ്യങ്ങൾ ഇതാ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് മീനച്ചിൽ ഹോംസ് ഇന്ന് ഈ ഹോം ടൂറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇത് നമ്മൾ PWD റോഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നല്ല അടിപൊളി വ്യൂവിലിരിക്കുന്ന നല്ലൊരു കിടുക്കാച്ചി വീട് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് മീനച്ചിൽ ഹോംസ് അവതരിപ്പിക്കുകയാണ്. ഇത് എന്താ ഒരു വ്യൂ എന്ന് നോക്കിക്കേ. ഇത് ബസ് റോഡാണ്. ബസ് റോഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ, ബസ്സിലിരുന്ന ഒരാൾക്കാരൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, എത്രയോ നല്ല മനോഹരമായ ഐഡൻറ്റിറ്റി കിട്ടുന്ന നല്ല അടിപൊളി വീടാണ് എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ കിഴക്കൻ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിക്കുക. മൊത്തം ഗ്രാസൊക്കെ ചെയ്ത് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ നട്ട് കൊടുത്ത് വെച്ചിരിക്കുന്ന നല്ല അടിപൊളി വീട് തന്നെ ഈ കാണുന്നു. ഗേറ്റ് തുറന്ന് കിടക്കുന്നു. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഗേറ്റ് കടന്ന അകത്തേക്ക് ഗേറ്റിൻ്റെയൊക്കെ ഒരു ബലമാണ് ഞാൻ പിടിച്ചു നോക്കിയത്. ഗേറ്റൊക്കെ എത്ര ക്വാളിറ്റി ഉള്ളത് ഗേറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ നോക്കിയത്. ഈ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാണ് നമ്മുടെ പച്ചപ്പ് വിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ മുറ്റവും നമ്മുടെ പുരയിടവും. എത്ര നല്ല മനോഹരമാണ്. വീടിൻ്റെ ഫ്രണ്ടിലൊരു കിണർ എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആരംഭിക്കുന്നു റോഡിൽ നിന്നും ഒരു അല്പം ഉയരത്തിലായിട്ട്. അതായത് ഒരു വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത് റോഡിൽ നിന്നും അല്പം ഉയരത്തിൽ നിൽക്കുന്ന വീടുകളാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ഒരു ഉയരത്തിൽ, എന്നാൽ വാഹനങ്ങളൊക്കെ ഈസി ആയിട്ട് കയറി ഇറങ്ങാവുന്ന പരുവത്തിൽ അങ്ങനെ നിൽക്കുന്ന ഈ കിടുക്കൻ വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതാ മുന്നിലെ കിണറിൻ്റെ വെള്ളവും നമ്മൾ നോക്കാൻ വന്നതാണ്. ഇഷ്ടംപോലെ വെള്ളമുള്ള നല്ലൊരു കിണറാണ് ഇവിടെ കാണുന്നത്. വെള്ളം ശരിക്കും കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയം. ഏതായാലും നമ്മൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ. നല്ല കിടുക്കാച്ചി വീട്. എത്ര മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വീടാണ് എന്ന് നമ്മൾ നോക്കിക്കേ. ഇത് PWD റോഡിൽ നിന്നും ആരംഭിക്കുന്ന 16 സെന്റ് സ്ഥലത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ കിടുക്കൻ വീടിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ ഒന്ന് കയറുകയാണ്. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിട്ടിരിക്കുന്ന നല്ല വിശാലമായൊരു മുറ്റം. നമ്മുടെ മുറ്റത്ത് ഒരു 8-9 വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ പാകത്തിന് വലിപ്പമുള്ള നല്ലൊരു മുറ്റമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു മനോഹാരിത, മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കയറി വരുന്നു. കയറി വന്നു കഴിയുമ്പോൾ മൊത്തം ചരലൊക്കെ വിരിച്ചിരിക്കുന്ന, ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുന്ന നല്ല വിശാലമായ ഒരു മുറ്റം. മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രൈവസിയും ഉണ്ട്. എന്നാൽ വീട് PWD റോഡ് ഫ്രണ്ടേജ് കൂടിയാണ്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് ഫ്രണ്ട് എലവേഷൻ ഒന്നുകൂടി കണ്ടുകൊണ്ട് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. ചുറ്റുവട്ടം കണ്ട് നമുക്ക് തിരിച്ചു വരാം. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ എലവേഷൻ ചെയ്തിരിക്കുന്നതിലാണെങ്കിലും, അല്ലെങ്കിൽ വീടിൻ്റെ ബൗണ്ടറികൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും, വീട്ടിൽ ചെയ്തിരിക്കുന്ന മുറ്റത്തും പറമ്പിലുമൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന ഗ്രാസൊക്കെ ചെയ്തിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെയുള്ള പെർഫെക്റ്റ് വർക്കുകൾ ഉപയോഗിച്ച് വർക്കുകൾ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീട് ഇതാണ്ട് PWD റോഡ്. സ്കൂൾ ബസ്സുകളെല്ലാം സ്കൂൾ ബസ്സുകൾ പോകുന്നത് നമുക്ക് കാണാം. ലൈൻ ബസ്സുണ്ട് ഇതുവഴി. അപ്പോൾ നമുക്ക് ചുറ്റുവട്ടം ഒന്ന് കാണാം. ചുറ്റുവട്ടം കണ്ടതിന് ശേഷം നമുക്ക് വീടിന് ഉള്ളിലേക്ക് പ്രവേശിക്കാം. 16 സെന്റ് സ്ഥലമാണ്, 2950 സ്ക്വയർ ഫീറ്റാണ് വീട്. ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, 1,50,00,000 രൂപ ചോദിക്കുന്നു, നെഗോഷ്യബിൾ ആണ്. ഒരു ഏക്കർ സ്ഥലത്തോളം എടുത്ത് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്.
അപ്പോൾ ഒരേക്കർ സ്ഥലത്തോളം ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നിടത്ത് നമ്മൾ ഇവിടെ 16.25 സെൻറ്റ് സ്ഥലം ആയിട്ട് പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നതാണ്. തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത വീടിനുള്ള കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ചുറ്റോടിയിട്ടുമുള്ള ജനൽപ്പാളികളെല്ലാം തേക്കാണ്. നമുക്ക് കാണാം ബാക്ക് സൈഡിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ കംപ്ലീറ്റ് തേക്കാണ്. കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറാണ് ഈ കാണുന്നത്. വിശാലമായൊരു കാർ പോർച്ച്, അത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ ചെയ്തിരിക്കുക. തൊട്ടിപ്പുറത്തെ വീട് പണി നടക്കുന്നു. നമുക്ക് ഈ വീട് ഇപ്പോൾ കാണാൻ വരുവാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഇവരുടെ തന്നെ കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. ഒറ്റ നിരയിലുള്ള വീടുകൾ ആണ്. ഈ അങ്ങേയറ്റം വരെ ഒറ്റ നിരയിലുള്ള വീടുകൾ വരും. അപ്പോൾ ഇത് കാർ പോർച്ചിൻ്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണുന്നു. പില്ലറൊക്കെ നല്ല കനത്തിലുള്ള നല്ല വലിപ്പമുള്ള പില്ലർ കൊടുത്തേക്കുന്നു. അവിടുന്ന് നമ്മൾ നേരെ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് കയറി സിറ്റ് ഔട്ടിൻ്റെ മുകളിലും അത്യാവശ്യം ജിപ്സം സീലിംഗ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജനൽപ്പാളികളൊക്കെ നമുക്ക് കാണാം. ഒരു പ്രത്യേക മോഡലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ജനൽപ്പാളികളാണ്. ഫ്രണ്ട് ഡോറ് തേക്കാണ്. ഫ്രണ്ട് ഡോറ് തുറന്ന് നമുക്ക് ഡബിൾ പാളി ഡോറാണ്. തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. നമ്മൾ സ്വീകരണമുറിയിലേക്കാണ് പ്രവേശിച്ചത്. സ്വീകരണമുറിയിൽ നല്ല വലിപ്പമുള്ള നല്ല സ്വീകരണമുറിയിൽ നിന്ന് നമ്മുടെ സ്വീകരണമുറിയിൽ തന്നെ ഒരു TV യൂണിറ്റിൻ്റെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് TV യൂണിറ്റിൻ്റെ പോയിൻ്റ് വന്നിരിക്കുന്നത്. നമുക്കൊരു ഹോം തിയേറ്റർ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു TV യൂണിറ്റ് വയ്ക്കണമെങ്കിലും വയ്ക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ TV യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഡൈനിങ്ങിലേക്ക് കയറിയപ്പോൾ നമുക്കൊരു പ്രെയർ റൂമായിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് റൂം ഇവിടെ കാണാം. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാഷ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രെയർ യൂണിറ്റ് ഇവിടെയുണ്ട്. 2 ബെഡ്റൂം താഴെയാണ്. താഴെയുള്ള 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. നമുക്ക് നേരെ ഇതാണ്ട് ഇവിടെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ കാണാം. തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ്, ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ കാണാൻ സാധിക്കുക. നല്ല ബെഡ്റൂം കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ, ഫാന്, എല്ലാ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാന്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ, അതും തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള കബോർഡ് വർക്കുകൾ, എല്ലാം ജാഗുവാറിൻ്റെ ഫിറ്റിങ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോസറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഏരിയയൊക്കെ നമുക്ക് പ്രത്യേകം പാർട്ടീഷൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഡ്രൈ ഏരിയയുടെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഷവർ, അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന്, ഹീറ്റർ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്, ഇതെല്ലാം ഈ ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് 4 ബെഡ്റൂമിൻ്റെയും അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. പാലാ ടൗണിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം മാത്രമാണ്. പാലായിൽ നിന്ന് കൂത്താട്ടുകുളം പോകുന്ന വഴിക്ക് ബസ് റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ബസ് റോഡ് സൈഡിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് നേരെ നമുക്ക് കൂത്താട്ടുകുളം, രാമപുരം, ഒഴുവൂര്, തൊടുപുഴ ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ഈസി ആക്സസ് ആണ് നമുക്കിവിടെ ഉള്ളത്. എല്ലാം പെട്ടെന്ന് തന്നെ ചെന്നെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുന്ന് പോകുവാനായിട്ടുള്ള റോഡ് മാർഗം എന്ന് പറയുന്നത്. ഇതാണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ, അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂൾ ബസ്സുകളും പാലായുടെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ സ്കൂൾ ബസ്സുകളും ഇതുവഴി വന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങൾ, മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങൾ എല്ലാമാണ് കാണുവാനായിട്ടുള്ളത്.
തൊട്ടടുത്ത് തന്നെ കടകളുണ്ട്. RC പള്ളി ഇവിടുന്ന് 200 മീറ്റർ ദൂരം മാത്രം മാറിയാണ് RC പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിയിൽ പോകണം എന്നുള്ളവർക്കൊക്കെ 200 മീറ്റർ ദൂരം പോയാൽ മതി. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം മാറിയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം എന്നൊക്കെ ഉള്ളവർക്ക് എളുപ്പമുള്ള മാർഗമാണ്, വഴിയാണ് ഇത്. നമ്മൾ പ്രെയർ ഏരിയയിലേക്ക് ഒന്ന് കയറുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്രൈസ്റ്റിൻ്റെ രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് മറ്റ് മതസ്ഥരാണ് വാങ്ങിക്കാൻ വരുന്നതെങ്കിൽ അത് മാറ്റി കൊടുക്കാനും പറ്റുന്നതാണ്. ആ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രൂപക്കോട് സഹിതം സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. സ്കൂളിലൊക്കെ പിള്ളേരെ വിടുന്നവർക്ക് ഇവിടെ നിന്ന് നേരെ വീടിൻ്റെ മുൻപിൽ തന്നെ ഗേറ്റിങ്ങിൽ തന്നെ സ്കൂൾ ബസ്സുകൾ വരും. ബസ്സിൽ പോകണം എന്നുള്ളവർക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പുണ്ട്. ഇതിലൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. PWD റോഡ് സൈഡിൽ തന്നെ ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കൊന്നും മേടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പലപ്പോഴും അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന കാര്യമല്ല. ഇത് മൊത്തം തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അടിപൊളി കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കബോർഡ് വർക്കുകളൊന്ന് കണ്ടാലോ? അതുപോലെ തന്നെ വർക്ക് ഏരിയയിലും നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കിച്ചണാണ് ഇവിടെ വരുന്നത്. കിച്ചൻ്റെ വലിപ്പം എന്ന് പറഞ്ഞൊരു അമാസിങ് വലിപ്പം, ഒരു ഔട്ട്സ്റ്റാൻഡിങ് കിച്ചൺ തന്നെ എന്ന് പറയാം. അത്രയും നല്ല കിച്ചണാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡബിൾ സിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ജനൽപ്പാളികൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ കാര്യത്തിലും അതിൻ്റേതായ ഒരു പ്രത്യേകത കീപ്പ് ചെയ്തുകൊണ്ടുള്ളതാണ് മുഴുവൻ കൺസ്ട്രക്ഷൻ വർക്കുകളും. അപ്പോൾ നമുക്ക് ഇത് കിച്ചൺ വീണ്ടും ഒന്നും കൂടെ കാണുകയാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മേനേജൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടി കാണുവാൻ. സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാ സാഹചര്യങ്ങളും പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ സിവിൽ സ്കോർ പോയി എന്നുള്ളത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് അതിനെപ്പറ്റി 100% ഉറപ്പ് പറയാൻ പറ്റുക. മുഴുവൻ തുകയിൽ ലോൺ വേണ്ടവർക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനും കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങളുടെ പ്രൊഫൈൽ, അല്ലെങ്കിൽ എത്ര നാളായി ജോലി ചെയ്യുന്നത്, എത്ര നാളായി വിദേശത്ത് പോയിട്ട് അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും ജോലി ചെയ്യുന്നത്, എത്ര സാലറി ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് എത്ര തുക വരെ ലോൺ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ നല്ലൊരു കിടുക്കൻ വീടിൻ്റെ വാഷ് കൗണ്ടറാണ് കാണുന്നത്. നല്ലൊരു വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. 3 ഫേസ് ആണ് വയറിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ പോയിൻ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്, ഒരു ബോക്സ് കാണുന്നത്. നമുക്ക് നേരെ മുകളിലത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. മുകളിൽ 2 ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്ററാണ് മുകളിലത്തെ നിലയിലുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് വീടിന് സ്ഥലം കൂടുതലുണ്ടെങ്കിലും വീട് മാക്സിമം പുറകോട്ട് മാറ്റിയാണ് വയ്ക്കുന്നത്. കാരണം ഫ്രണ്ടിലേക്കാണ് കൂടുതൽ. നമ്മുടെ വീട്ടിലൊരു 5-6 വണ്ടി വന്നാലും കയറ്റിയിടാൻ മുറ്റം വേണം. ആ ഒരു രീതിയിലാണ് ഇതിന് മുറ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ മുകളിലത്തെ നിലയിലേക്ക് കയറുവാണ്. സ്റ്റെയർ കേസൊക്കെ നോക്കിക്കുക, നല്ല സ്റ്റെയർ കേസ് അല്ലേ. അവിടെ നല്ല സ്ലോപ്പിലാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് തന്നെ. കാരണം കാലിന് മുട്ടിന് വേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ട് കയറാൻ പറ്റും. ഇവിടെ ഓപ്പൺ ടെറസ് ഏരിയയാണ്. വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ആയിട്ടുള്ള പോയിൻ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റുകൾ, ദൃശ്യങ്ങൾ എല്ലാം കണ്ടിട്ട് ഇതാണ് അപ്പുറത്തെ വീടിനുള്ള ഫൗണ്ടേഷൻ തീർന്നുകൊണ്ടിരിക്കുന്നു. ബെൽറ്റ് വാർത്തിട്ടേക്കുന്ന കനമൊക്കെ നേരിട്ട് വന്ന് കാണാം. എത്ര നല്ല ക്വാളിറ്റിയിലാണ്, എത്ര നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ വേണമെങ്കിൽ നേരിട്ട് വന്ന് കാണാം. ഒരേ ആൾക്കാർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേ ക്വാളിറ്റി തന്നെയാണ് ഈ വീടിനും ചെയ്തിരിക്കുന്നത് എന്ന് 100% വിശ്വസിക്കാം. ഇതാണ് മുകളിലത്തെ നിലയുടെ ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നമ്മുടെ രൂപക്കോട് കണ്ടതിൻ്റെ ഭാഗമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഡബിൾ ഹൈറ്റ്. ഇത് നല്ലൊരു ബാൽക്കണിയാണ്.
കൂടുതലൊന്നും ആലോചിക്കാനില്ല. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ? ഞങ്ങളെ വിളിക്കൂ, എത്രയും പെട്ടെന്ന് വിളിക്കൂ. നമുക്ക് നേരിട്ട് കാണാം. ഈ പ്രോപ്പർട്ടി വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വില നെഗോഷ്യബിൾ ആണ്. നമുക്ക് നേരിട്ട് വില സംസാരിച്ച് നമുക്ക് ഇഷ്ടമായാൽ കൈ കൊടുക്കാം. അതാണ് നമുക്ക് വിലയിലും കാര്യങ്ങളിലും എല്ലാം, ലോണിൻ്റെ കാര്യങ്ങളിലും എല്ലാം മീനച്ചിൽ ഹോംസ് നിങ്ങളോടൊപ്പം. അപ്പോൾ 3 ബെഡ്റൂം, 2 ബെഡ്റൂം ഇവിടെ മുഴക്ക നിലയിൽ, 2 ബെഡ്റൂം അറ്റാച്ച്ഡും പ്ലസ് ഹോം തിയേറ്റർ, പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റുകൾ. അപ്പോൾ ഒട്ടും മറക്കണ്ട, മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. അപ്പോൾ ഹോം തിയേറ്ററിൻ്റെ പണികളും തീർത്ത് തരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.